അതായത് ഒരു ഡൈവേർഷൻ കണ്ടെത്തിയിരുന്നു. ആ ഡൈവേർഷൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ജോയി തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാൻഹോളിനുള്ളിലേക്ക് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീം ഇറങ്ങി പരിശോധന നടത്തുന്നത്. അവിടെ റിനു ശ്രീധറുണ്ട്. റിനു, ആ പരിശോധന ആരംഭിച്ചോ അവിടെ? പിന്നിൽ ഇപ്പോൾ രക്ഷാ സംഘം, അതായത് കേരള ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ സർവീസ് ഡൈവിംഗ് സംഘത്തിൽ 2 പേർ വീണ്ടും ഈ മാൻഹോളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അനു, ബിനു എന്ന പേരുള്ള 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് ഇറങ്ങുന്നത്. വിജിൻ, നേരത്തെ തന്നെ ഈ മാൻഹോളിനകത്തുണ്ടായിരുന്ന വിജിനാണ് അത് ഏകോപിപ്പിക്കുക. ഇവർ അതിനു വേണ്ടിയിട്ടുള്ള ഓക്സിജൻ മാസ്ക്, അതുപോലെ തന്നെ മൈക്രോഫോൺ ഉൾപ്പെടെയുള്ളവ സെറ്റ് ചെയ്യുന്നു. അല്പസമയത്തിനകം ഇവർ ഇറങ്ങും. നേരത്തെ ഈ ഇദ്ദേഹത്തെ കണ്ടെത്തിയ ഇദ്ദേഹം ജോയിയെ കാണാതായ സ്ഥലത്തേക്ക്, ആ വശത്തേക്കാണ് പരിശോധന നടത്തിയെങ്കിൽ മറിച്ച് താഴ്ഭാഗത്തേക്ക്, ഏകദേശം 6-7 പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗത്തേക്കായിരിക്കും സ്കൂബ ടീം ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിലവിൽ ഈ സ്കെച്ച് ലഭിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ഇതേ സംഘം തന്നെയാണ്, അതായത് ഈ ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവിംഗ് സംഘത്തിലെ 2 പേരാണ് ഇതിനകത്തേക്ക് ഇറങ്ങി പരിശോധന നടത്തിയത്. 2 വശത്തേക്കും ഏകദേശം 40 മീറ്ററോളം സഞ്ചരിച്ച് ഇവർക്ക് പരിശോധന നടത്തുവാനായി എന്നുള്ളതാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. അവർ പറയുന്നത് ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം മാലിന്യം മാത്രമല്ല, പാറയാണോ മാലിന്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് മാലിന്യം അത്രയ്ക്ക് ഉറച്ചുപോയി. അതിന് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അല്പം വിടവുണ്ട്. ആ വിടവിലൂടെ വേണം കിടന്ന് സഞ്ചരിച്ച് നീന്തി മുന്നിലേക്ക് പോകാൻ. അതും ജലമാണെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഒരു മിശ്രിതം, ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ് എന്നുള്ളതാണ്. അതുവഴി മുന്നോട്ട് വകഞ്ഞു മാറ്റി മുന്നോട്ട് വേണം സഞ്ചരിക്കേണ്ടത്. ഏകദേശം 40 മീറ്റർ ഇവരുടെ കമാൻഡിംഗ് ഓഫീസർ സുഭാഷ് കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവർ പോകുന്നതും ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ 2 വശത്തേക്കും സഞ്ചരിക്കുക. സഞ്ചരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത്, അതായത് ഏത് വശത്തേക്ക് പോകണം, അവിടുത്തെ സാധ്യതകൾ എന്തെല്ലാം മാത്രമാണ്, ഈ ടണലിൽ ഏതെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ളതാണ്. നിലവിൽ 2 വിധത്തിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധന ജോയിയെ കാണാതായ ആ ഭാഗത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ ലൊക്കേഷൻ സ്കെച്ച്, ടണലിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്കെച്ച് ലഭിച്ചപ്പോൾ, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചപ്പോൾ ഒരു കൺവേർഷൻ അവിടെ കണ്ടിരുന്നു, ഒരു തടസ്സം അവിടെ കണ്ടിരുന്നു. ആ ഭാഗത്ത് എവിടെയെങ്കിലും ജോയി തടഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലുള്ള സ്കൂബ ഡൈവിംഗ് ടീം അവിടെ മാൻഹോളിൽ ഇറങ്ങിയുള്ള 2 വിധത്തിലുള്ള പരിശോധനകളാണ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 24 മണിക്കൂർ പിന്നിടുകയാണ്.